ഓരോന്ന് കാണുകയും കേൾക്കുകയും ഒക്കെ കൂടി ചെയ്യുമ്പോ എനിക്ക് പേടി തോന്നാ കുട്ടി. ലക്ഷ്മി അടുത്ത് ഒന്നും ഉണ്ടായിരിക്കും. എന്തിനാ പേടിക്കുന്നത്? നീ അയാളെ കാണാൻ കൂടി പോന്നെന്ന് കേട്ടാൽ അമ്മ എന്തിനാ അത് കേൾക്കുന്നത്? ഇവിടെ നിന്ന് ആരും ഒന്നിനും അനങ്ങൂല. എല്ലാത്തിനും ഞാൻ തന്നെ പോണം. എന്നാലും എന്നെ നോക്കാൻ എനിക്കറിയില്ല ലക്ഷ്മി അടുത്തി. ഇവിടെ നിൽക്കൂ, ഞാനിപ്പോ വരാം. മറ്റേതും ഞാൻ തന്നെ നടത്തി കൊടുത്തു. പെണ്ണിപ്പോ എവിടെയാ? പേർഷ്യല. മിസ്റ്റർ പ്രഭു ഏത് മുറിയില്ല? 124 മുകളില. നല്ലൊരു തറവാട്ടില്ല. പറഞ്ഞിട്ട് എന്താ കാര്യം? ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ നാട്ടുകാർ പറഞ്ഞവരെ തല്ലും. നടക്കട്ടെ. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും ഇരുന്ന് പറയുന്നു എന്ന് വെച്ച് ഇത്ര പരിഭ്രമിക്കാൻ എന്തിരിക്കുന്നു? ഇരിക്കുന്നു. ഇത് കൊള്ളാം. മനുഷ്യര് പറയുന്നത് കേട്ട് പേടിച്ചേ ആരെങ്കിലും ചാടിക്കേറി കല്യാണം കഴിക്കാറുണ്ടോ? നിങ്ങൾ ഈ പെൺകുട്ടികളെല്ലാം ഒരേ തരക്കാരാ. എപ്പോ നോക്കിയാലും വിവാഹം വിവാഹം ഒരു ചിന്തയേ ഉള്ളൂ. ഈ മറുപടി അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. നീ എന്റേതല്ലേ? അല്ല എന്നെനിക്കിപ്പോ തോന്നിപ്പോന്നു. ആണെന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോഴും പറയുന്നില്ലല്ലോ. വെറുതെ എന്തെല്ലാം കഥകൾ കേട്ടു മോളെ. അതിലൊരെണ്ണം സത്യമായി പോയാ കൂടി ഇനിയിപ്പോ അയ്യോ. കമോൺ ചീറപ്പ് കല്യാണിക്കുട്ടി. വിടാൻ. വിടില്ല. എന്റെ ദേഹത്തുനിന്ന് കൈയെടുക്കാൻ. മോളെ ഇതാ കൊണ്ടേ കൊടുക്ക. അമ്മ കൊണ്ടുപോയി കൊടുക്കൂ. പറയുന്ന അനുസരിക്കും മോളെ. ഇതാ ചെല്ലി മോളെ കൊണ്ടുപോയി കൊടുക്ക. ഓഹോ അങ്ങനെയാണോ? അങ്ങോട്ട് കൊടുക്കും മോളെ. കോപം വന്നപ്പോ കാണാൻ നല്ല ഭംഗി. നിങ്ങൾ ആരാ? നിങ്ങൾക്ക് എന്താ കാര്യം? ഐ ആം പ്രഭു. എന്റെ സഹോദരി ഇവിടെ താമസിക്കുന്നു. കാണാമെന്ന. വേറെന്തറിയണം? ആള് കാണാനൊരു യോഗ്യനാണ്. എന്താ മോളെ? മോളെ മോളെ എന്നിട്ടെന്താ? തീരുമാനിച്ച പോലെ തന്നെയാ. ആള് കാണാൻ പരമയോഗ്യനാ. വലിയ മഴ വരുന്നു. ഞാൻ പോട്ടെ. കളി കളയൂ കുട്ടി. നീ ആ മനുഷ്യനെ മറന്നേക്കൂ. വെറും ഒരു അൺസ്ക്രൂപ്ലെസ് പ്ലേ ബോയ്. അങ്ങനെയാണെങ്കിൽ തന്നെ അതങ്ങ് മാറിക്കൂടുന്നില്ലല്ലോ. കല്യാണിക്കുട്ടിയുടെ കാര്യം നോക്കാൻ കല്യാണിക്കുട്ടിക്ക് അറിയാം. ഒന്ന് ചുമ്മാ ഇരിക്കും. നിങ്ങൾക്കൊക്കെ എന്തറിയാം? അമ്മയും പെങ്ങളെയും വരെ വിലയ്ക്ക് വാങ്ങാമെന്ന് ധരിച്ചു നടക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങൾ എന്നെ വിൽക്കുകയാണ്. വിൽക്കുകയാണമ്മേ. ഒന്ന് പതുക്കെ പറയുമോളെ. അച്ഛൻ കേൾക്കട്ടെ, എല്ലാവരും അറിയട്ടെ. എന്റെ മോൾ ആരുടെ കൂടെ പറഞ്ഞേക്കണമെന്ന് തീരുമാനിക്കാനുള്ള വിവരം എനിക്കുണ്ട്.
ഞാൻ ലോകം മുഴുവൻ ചുറ്റി നടന്ന് ജീവിതം കണ്ടവനാ. പക്ഷെ ഒരു പെണ്ണിന്റെ മനസ്സ് മാത്രം അച്ഛൻ കണ്ടിട്ടുണ്ടാവില്ല. മതി സംസാരിച്ചത്. ഞാൻ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞാൻ നടത്തും. മനസ്സിലായോ? ദേവി, എനിക്ക് കരുത്ത് തരണേ. കല്യാണിക്കുട്ടി, എന്താണിത്? നിനക്കെന്ത് പറ്റി? ഞാൻ നശിച്ചു. എന്നെ നശിപ്പിച്ചു. ആരാ നിന്നെ നശിപ്പിച്ചത്? പറയടി, പറയടി, ആരാ നിന്നെ നശിപ്പിച്ചത്? പ്രഭു, ഞാൻ നിന്നോട് ചോദിക്കില്ല. അബദ്ധം പറയരുത്. ഇവിടെ ആരും ഇല്ലേ? എന്താ കുഞ്ഞ്, എന്തിനാ ഈ മഴയത്തിരിക്കുന്നേ? അകത്ത് വരൂ. എല്ലാരും കൂടെ പോയിരിക്കല്ലേ, കല്യാണം ക്ഷണിക്കാൻ. കുഞ്ഞെ, അകത്ത് വരാൻ. അകത്ത് വരൂ. കുഞ്ഞെ, തല തോർത്തു. കുഞ്ഞെ, തല തോർത്താൻ. തല തോർത്താൻ.
എനിക്കാരുമില്ല. ലോഡ്ജിൽ ചിലർക്കെല്ലാം സംശയം തോന്നി തുടങ്ങി. ക്വൈറ്റ് നോർമൽ. നാല് മാസം ആവുന്നില്ലേ? ഇത്രയും കാലം ആർക്കും സംശയം തോന്നിയില്ലെങ്കിൽ അത് നിന്റെ മിടുക്ക്. എന്തിനാണ് എന്നോട് 2 ആഴ്ചക്ക് ലീവ് എടുക്കാൻ പറഞ്ഞത്? അത്രയും ദിവസമെങ്കിലും നിന്റെ നമ്പർ പ്ലേസ് ആൾക്കാർ കേൾക്കാതിരിക്കുമല്ലോ എന്ന് കരുതി. നാളെ എന്റെ വിവാഹമാണ്. അതിനു മുമ്പ് ഈ അബദ്ധം ഒന്ന് തിരുത്തണമെന്നുണ്ട്. എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. നമുക്ക് ഇതങ്ങ് ഒഴിവാക്കാം. ഗോൾഡ്. ആ ഡ്രൈവർ ഹസനോട് ഉണ്ടാവും, ഒന്നിങ്ങോട്ട് പറഞ്ഞോട്. ഹസൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടും. മരുന്നവന്റെ ലയിപ്പിച്ചിട്ടുണ്ട്. പേടിയുണ്ടോ? ഇപ്പൊ ഒരു ഡോസ് തരും. കാറിലിരുന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങിക്കഴിയുമ്പോ എല്ലാം നേരെയാവും. ഹസനെ അറിയില്ലേ? അറിയാം. ഇന്ദ്രകാരി പോയിരുന്നോളൂ. വീട്ടിൽ പോയി കഴിച്ചോളാം എന്നൊക്കെ പറയും. സമ്മതിക്കരുത്. ഓ, എന്ത് സാർ? ഞാൻ കഴിപ്പിച്ചോളാം. വഴിയിൽ എന്തെങ്കിലും അസുഖം തോന്നിയാൽ അടുത്ത് കാണുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. ഓ, ആര് ചോദിച്ചാലും ശരിയായ പേരും അഡ്രസ്സും ഒന്നും പറയരുത്. ശരി സർ. പോയിക്കോളൂ.